എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നമ്മളിന്ന് ഔട്ട്ഡോറാണ് ചെയ്യുന്നത്. ഒരു പോർക്ക് ഫ്രൈ ആണ്. അത് നമ്മുടെ സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലാണ് ഞാനിവിടെ പോർക്ക് ഫ്രൈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ക്ലീനായിട്ടൊരു 300 ഗ്രാം പോർക്ക് നല്ല പീസാക്കി ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുരുമുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1.5 സ്പൂൺ, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ കുരുമുളക് പൊടി. പിന്നെ ഇതിനകത്ത് നമ്മൾ അരച്ച് ചേർക്കേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് ഈ പോർക്കിൽ അരച്ച് ചേർക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് വഴറ്റാനുള്ള സവാളയും ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോർക്ക് പേസ്റ്റ് ചെയ്യാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, നമ്മളെടുത്ത് വെച്ച കോൺഫ്ലവറും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമുക്കങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനകത്തൊരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും ചേർത്ത് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 20 മിനിറ്റ് നേരം വെക്കണം. അത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരമൊക്കെ വെച്ച് നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ടിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പം നമ്മൾ പേസ്റ്റ് ചെയ്ത സാധനം ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്ക് സവാള വഴറ്റാം. അതിനായി ഞാൻ നല്ലൊരു ചട്ടി വെച്ച് തീ കത്തിക്കുവാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പോർക്ക് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പോർക്കിൻ്റെ ഒരു നെയ്യംശമുണ്ട്, അത് ഡ്രൈ ആയി പോവില്ല, നല്ലോണം നിൽക്കും. അതുകൊണ്ട് നമ്മളെല്ലാം പോർക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതും വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. ഓൾറെഡി നെയ്യംശം കൂടുതലുള്ളതാണ് പോർക്ക്. ഓക്കെ, നമുക്കപ്പോൾ ഇതിനകത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ തൃശ്ശൂർ ഇതുപോലെ പോയ സമയത്ത് ഇങ്ങനെ പോർക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. തൃശ്ശൂർ സ്റ്റൈല് പോർക്ക് ഒരു വെറൈറ്റിയാണ്. അവരുണ്ടാക്കുന്നതും അവരുടേതായ രീതിയിലുള്ള സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിപ്പോവും. എന്തായാലും ഞാനിന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ കപ്പലിൻ്റെയൊക്കെ ഇങ്ങനെ പറക്കി തിന്നണ പോലെ തിന്നാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂർ. ആൾ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അനൂപ് എന്നാണ് പേര്. അനൂപ് പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുന്നത്. തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അനൂപിന് ഒരു താങ്ക്സ് ഉണ്ട്. ഇത് എന്തായാലും നമുക്ക് ചെയ്ത് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ്. ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേക സുഖമാണ്. എപ്പോഴും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിച്ചണിൽ ചെയ്യുന്ന ഒരു സുഖമല്ല, പുറത്തുള്ള ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സുഖവും നല്ലോണം ഏറും നമുക്ക് ചെയ്യാനൊരു എനർജി വരും. അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പുറത്ത് ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. എന്തായാലും പോർക്ക് എന്തായാലും ആവുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റ് ഈ സവാള വഴറ്റി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം.
മരുന്ന് ഞാനിവിടെ വീട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. വേപ്പില ഇതിൽ കൂടുതൽ വേണം. എന്തായാലും നമുക്ക് നാടൻ വേപ്പില തന്നെ ഉപയോഗിക്കാം. ചെറിയൊരു മരമാണ് എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നാടൻ വേപ്പില. നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നാടൻ വേപ്പിലിടുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. നല്ലൊരു സ്മെല്ലാണത്. നല്ലോണം വഴറ്റി നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ ഈ പോർക്ക് ചെയ്യുമ്പോൾ അതിനധികം എണ്ണ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്തിട്ടാണ് വഴറ്റിയെടുക്കണം. വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. നമ്മൾ ചെറിയ എണ്ണയിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ടാണത് വറുത്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കൂടുതലും നമുക്ക് പോർക്ക് ഇതിനകത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് വെച്ച പോർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് 1 മണിക്കൂർ വരെ വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം പിടിക്കും. ഞാനിപ്പോൾ സമയം കുറവായതുകൊണ്ട് മാത്രം 20 മിനിറ്റ് വെച്ചുള്ളൂ. നമുക്കിത് ഇതിനകത്ത് ഇനി മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. അതൊന്ന് തമ്മിൽ മിക്സായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇനിയൊരു പൊടിക്കൈയുണ്ട്. അതൊരു സീക്രട്ടാണ്. അത് നമുക്ക് ഇതിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പട്ട, ഗ്രാമ്പു, ജാതിപത്രി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്താണ്. ഇതൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രൈ പരുവമായിട്ടുണ്ട്. ഇതുണ്ട എല്ലാം വിട്ട് നിൽക്കണണ്ട. നല്ലോണം മുരിഞ്ഞ് കിട്ടണം. ഇതാണ് പോർക്ക് ഫ്രൈ. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് ഫ്രൈ പോലെ തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, പത്തിരി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. എന്നാലും ഞാനിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫിനെ വിളിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താണ് അഭിപ്രായം എന്ന് പറയാം. പോർക്ക് ഫ്രൈ എങ്ങനെയുണ്ട്? കൊള്ളാം. ബീഫ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.